ഒന്നിനൊന്ന് മെച്ചമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരുടെയും മോശം അല്ലെങ്കിൽ അപ്പ് ലെവൽ എന്നൊന്നും പറയാനില്ല. എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. ചേച്ചി, ഇതിപ്പോൾ ഇന്ദ്രേട്ടൻ്റെ ഒരു കോമ്പറ്റീഷൻ, അതായത് ഇന്ദ്രേട്ടൻ്റെ പോലീസ് കഥാപാത്രങ്ങളായിട്ടാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത് പോലെയാണ്. വീണ്ടും ഒരു ഇതായിട്ട് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്നത്? അങ്ങ് ജീവിക്കുകയായിരുന്നു കഥാപാത്രത്തിൽ. അതുകൊണ്ട് ഞാനിതൊരു കോമ്പറ്റീഷൻ അതില്ല. ലീവിങ് ഇൻ ദ ക്യാരക്ടർ. അവർ നന്നായിട്ട്, ഞാൻ പറഞ്ഞില്ല, ഒരു പോലീസ് എങ്ങനെ കേസ് ഹാൻഡിൽ ചെയ്യും, പോലീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണ്, അവർ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അത് നല്ല ഭംഗിയായിട്ട് അത് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഫുൾ ത്രില്ലിംഗ് പോയാലും സെക്കൻഡ് ഹാഫ് ഫുൾ ഇമോഷണൽ പ്രേക്ഷകരെ കരയിപ്പിച്ചിട്ടാണ് ഇറക്കി വിട്ടത്. സെക്കൻഡ് ഹാഫ് ഇമോഷണൽ ആണെങ്കിലും അതേപോലെ ഗ്രിപ്പിങ്ങും ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളായതുകൊണ്ട് ഇമോഷണൽ വൈസും ഗ്രിപ്പിംഗ് വൈസും സസ്പെൻസ് വൈസും സെക്കൻഡ് ഹാഫും അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടലി തിയേറ്ററിൽ ഫാമിലിക്കായാലും ഏതൊരു ഓഡിയൻസിനും കാണാൻ പാകത്തിനുള്ളത്. വയലൻസ് ഉണ്ട്. ബട്ട് ഞാൻ പറഞ്ഞില്ല, മാർക്കോ പോലത്തെ വയലൻസ് മൂവിയൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അത്രയും അവർ കാര്യമായിട്ട് ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം കാണിച്ച് തന്നെ ഭയങ്കര അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഫാമിലിയായിട്ട് വന്ന് കാണേണ്ടതാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. താങ്ക് യു.